ഒരുപക്ഷെ പുതുതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് യുവാക്കൾക്ക് അടൂരിനേക്കാൾ കൂടുതൽ അറിയുക പുഷ്പവതിയായിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. കാര്യം അടൂരിനെ പല ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. ഇപ്പം എൻ്റെ തലമുറയിൽപ്പെട്ടവർ, എൻ്റെ തലമുറയ്ക്ക് മുമ്പുള്ള ആൾക്കാർക്ക് അടൂരിനെ വളരെ പരിചിതമായിരിക്കും. പക്ഷേ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് കൂടുതൽ അറിയുന്ന പുഷ്പവതിയായിരിക്കും. കാര്യം പുഷ്പവതി അറിയപ്പെടുന്ന ഗായികയാണ്, സംഗീതജ്ഞയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ നോൺ എൻറ്റിറ്റി എന്നാണ് അടൂർ വിളിക്കുന്നത്. അതായത് അടൂരെ വിമർശിച്ചുകൊണ്ട് പ്രശസ്തി നേടേണ്ട ആവശ്യം പുഷ്പവതിക്ക് എന്തായാലും ഇല്ല. അതുകൊണ്ട് തിരിച്ച് എനിക്ക് തോന്നുന്നത് പുതിയ തലമുറക്കിടയിൽ അടൂരിൻ്റെ പേര് ശ്രദ്ധിക്കപ്പെടുന്നു. ഒരുപക്ഷെ പുഷ്പവതിയുടെ പേര് പരാമർശിക്കുകയും പുഷ്പവതി വിമർശിക്കുന്ന പേരിലായിരിക്കും പുതുതലമുറക്കാർ ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അടൂർ ഗോപാലകൃഷ്ണൻ അധിക്ഷേപിക്കാൻ വേണ്ടി പറയില്ല. ഒരുപക്ഷെ പുതുതലമുറക്കാർക്ക് അടൂരിൻ്റെ സിനിമയെക്കുറിച്ച് അത്ര ധാരണ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തിനകത്ത് എന്തുകൊണ്ടാണ് പുഷ്പവതി അവമാനിച്ചത്? പുഷ്പവതി അവമാനിക്കുമ്പോൾ ഏതോ ഒരു സ്ത്രീ എന്നൊക്കെ മട്ടിലാണ് അവമാനിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയിൽ ഗാനം ആവശ്യമില്ല. അടൂരിൻ്റെ സിനിമയ്ക്ക് ഗാനം ആവശ്യം ഉണ്ടാവില്ല. അടൂരിൻ്റെ സിനിമയ്ക്ക് ഗാനം ആവശ്യം, അടൂരിൻ്റെ സിനിമയിലെ സംഗീതം അങ്ങനെ ഒരു പ്രസക്തി ഉണ്ടാവില്ല. പക്ഷേ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം അങ്ങനെയല്ല അടൂർ മനസ്സിലാക്കുന്നുണ്ട്. അടൂരിന് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ സിനിമയ്ക്ക് വ്യത്യസ്തമായ ചരിത്രമുണ്ട്. വ്യത്യസ്തമായ ഒരു അത് പറയുന്നത് ആൻറ്റി വെസ്റ്റേൺ സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയിലെ സംഗീതം എന്ന് പോലും വലിയ പഠനങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അടൂരിൻ്റെ ഒരു അജ്ഞതയായിരിക്കാം ഈ സിനിമാ ചരിത്രത്തെക്കുറിച്ച് അടൂരിൻ്റെ അജ്ഞതയും കൂടി വെളിപ്പെടുത്തുന്ന ഈ കാര്യം. അപ്പം അങ്ങനെ ഒരു കാര്യത്തിൽ പുഷ്പവതിയെക്കുറിച്ച് അവമാനിക്കുന്നതോടെ അടൂർ എന്താണ് ചെയ്യുന്നത്? അടൂർ അതിന് തൊട്ടു തലേ ദിവസം കോൺക്ലേവ് വേദിയിൽ തൻ്റെ ജാതീയ പരാമർശം ശരിയായ വിധത്തിൽ, അതായത് അടൂർ അറിഞ്ഞു നടത്തിയതാണെന്ന് ബോധ്യപ്പെടുന്ന വിധത്തിലാണ് പുഷ്പവതിയെക്കുറിച്ച് പരാമർശം നമുക്ക് മനസ്സിലാക്കി തരുന്നത്.